ശരി, ശ്രീ ഷാബു പ്രസാദ്, കർണാടകത്തിലെ രാഷ്ട്രീയം കൂടി ഇവിടെ പരിശോധിക്കേണ്ടതാണ്. അവിടെ ഈ വാർത്താ സമ്മേളനം അദ്ദേഹം നടത്തിയത് തന്നെ അതിൽ കൂടുതൽ ചോദ്യങ്ങളും വന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതിന് ശേഷം എന്തായിരിക്കും കർണാടക സർക്കാരിന്റെ സ്ഥിതി, എന്തെങ്കിലും മാറ്റങ്ങൾ മന്ത്രിസഭയിൽ ഉണ്ടാകുമോ? തുടക്കം മുതൽ തന്നെ സിദ്ധരാമയ്യയും DK ശിവകുമാറും തമ്മിലുള്ള വൈര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. കർണാടകത്തിലെ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുവാൻ ദിവസങ്ങളോളം വേണ്ടി വന്നു ഹൈക്കമാൻഡിന്. ഉപമുഖ്യമന്ത്രിയായിട്ട് വരാൻ DK ശിവകുമാറിന് താല്പര്യമുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ അനുയായികൾക്ക് അദ്ദേഹം മുഖ്യമന്ത്രിയാകണം എന്നതായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പൊളിറ്റിക്സ് അവിടെയുണ്ട്. പിന്നെ JDS BJPയുടെ കൂടെ കൂടിയതിന്റെ ഒരു പൊളിറ്റിക്സ് അവിടെയുണ്ട്. പിന്നെ ഈ പ്രജ്വൽ രേവണ്ണ വിഷയം അവിടെ കത്തി നിൽക്കുകയാണ്. SD രേവണ്ണ ഇടയ്ക്ക് ജയിലിൽ പോകേണ്ട അവസ്ഥ വന്നിരുന്നു. പിന്നീട് അദ്ദേഹം ജാമ്യം കിട്ടി പുറത്തു വരുന്നു, കേസ് നിലനിൽക്കുന്നു. ഇതെല്ലാം ഉള്ള ഒരു കുഴഞ്ഞു മറിഞ്ഞ രാഷ്ട്രീയ സാഹചര്യം കർണാടകത്തിൽ ഉള്ളപ്പോഴാണ് ആ വാർത്താ സമ്മേളനത്തിൽ DK ശിവകുമാർ ഇങ്ങനെയൊരു ആരോപണം ഉന്നയിക്കുന്നത്. ഈ പറഞ്ഞു വന്നപ്പോൾ അദ്ദേഹം ഈ കർണാടക സർക്കാരിനെതിരെ എന്തൊക്കെ നീക്കങ്ങൾ നടക്കുന്നു എന്നതിലേക്ക് വന്നപ്പോഴാണ് രാഷ്ട്രീയ ശത്രുക്കൾ സർക്കാരിനെ മറിച്ചിടുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള യാഗങ്ങൾ, ശത്രു സംഹാര യാഗങ്ങൾ നടത്തുന്നു, മൃഗബലി നടത്തുന്നു. അത് കേരളത്തിലാണ് നടത്തിയത്, കണ്ണൂരിലാണ് നടത്തിയത് എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു വന്നത്. തികച്ചും രാഷ്ട്രീയമാണല്ലോ അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ. പക്ഷേ ആരാണ് ആ രാഷ്ട്രീയ ശത്രുക്കളെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല എന്ന് മാത്രമല്ലേ ഉള്ളൂ. തീർച്ചയായിട്ടും മഞ്ജുഷേ, അദ്ദേഹം ഇപ്പോൾ ഇത് പറഞ്ഞതിൻ്റെ അകത്ത് വളരെ വ്യക്തമായ രാഷ്ട്രീയമുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇനിയും ഇത് ആരാണ് അദ്ദേഹം ഉദ്ദേശിച്ച രാഷ്ട്രീയ ശത്രുക്കൾ എന്ന് നമുക്ക് ഊഹിക്കാനും ബുദ്ധിമുട്ടില്ല. അതിന്റെ കാരണം എന്താ വെച്ചാൽ ഇപ്പം BJPയെയോ ജനതാദൾ എസ്, അതായത് തന്റെ എതിർസ്ഥാനത്ത് നിൽക്കുന്ന ആ കക്ഷികളായിരുന്നു എങ്കിൽ അദ്ദേഹം അത് തുറന്നു തന്നെ പറയുമായിരുന്നു. പ്രത്യേകിച്ച് നാളെ 5ാം വട്ടം ഇലക്ഷൻ, അവസാനഘട്ട ഇലക്ഷൻ നാളെ നടക്കാനിരിക്കെ അവർക്ക് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന ഏറ്റവും വലിയൊരു ബോംബായിരുന്നു അത്. ആ ബോംബ് അവർ അങ്ങനെ കിട്ടുന്ന അതിശക്തമായ ഒരായുധം അവർ പ്രയോഗിക്കാതിരിക്കില്ല. അത് BJPയെയാണ് ഉദ്ദേശിച്ചിരുന്നത് എങ്കിൽ BJPക്കാർ ചെയ്തു എന്ന് തന്നെ അദ്ദേഹം പറയുമായിരുന്നു. പക്ഷെ അതും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അപ്പോൾ തുറന്നു പറയാൻ പറ്റാത്ത ഏതോ രാഷ്ട്രീയ ശത്രുക്കൾ ആണ് അദ്ദേഹത്തിനുള്ളത്, ഇതിന്റെ അകത്തെ പ്രതികളായി ഉള്ളത്. അദ്ദേഹത്തിന് തുറന്നു പറയാൻ പറ്റാത്ത രാഷ്ട്രീയ ശത്രുക്കൾ ഏതായിരിക്കും? അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ തന്നെ ഉള്ളവരായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇത് കോൺഗ്രസുകാരന് തന്റെ പാർട്ടിക്കകത്തെ രാഷ്ട്രീയ ശത്രുക്കളെ ഉദ്ദേശിച്ചാണ് ശിവകുമാർ ഇത് പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് വെറും സാമാന്യ ബോധം മാത്രം മതി. മറ്റൊന്ന്, ഇനി ഇത് ഈ പറഞ്ഞ സംഭവം 40ഓളം മൃഗങ്ങളെ ഒരു തുറസായ സ്ഥലത്ത് വെച്ച് ബലി കഴിച്ച് ഇവിടെ എന്തോ നടന്നു എന്ന് പറയുന്നതിൻ്റെ അകത്ത് അതിശയോക്തിയുണ്ട്. അത് നമുക്ക് 100% അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യം, അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല മഞ്ജുഷേ, കേരളത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. കേരളത്തിൽ നിരോധിക്കപ്പെട്ട മൃഗബലിയും ആടിനെ വെട്ടും കോഴിയെ വെട്ടും അങ്ങനെ ആഭിചാരവും എല്ലാം കേരളത്തിൽ നടക്കുന്നുണ്ട്. ഇവിടെ അത് നമ്മുടെ ഇങ്ങനെ കൊട്ടിഘോഷിക്കപ്പെട്ട ഈ വലിയ പ്രബുദ്ധതയും സാക്ഷരതയൊക്കെ അവിടെ നിലനിൽക്കെ തന്നെ കേരളത്തിൽ വ്യാപകമായിട്ട് തന്നെ ഈ ഏർപ്പാട് നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മലബാറിലെ പഴയ തറവാടുകളിലൊക്കെ ശാക്തേയ പൂജ എന്ന് പറഞ്ഞുകൊണ്ട് കോഴിയെ വിട്ടും ആടിനെ വിട്ടും എല്ലാം നടക്കുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ശക്തമായ വേരോട്ടമുള്ള മലബാറിൽ, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ തെയ്യവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇത് വ്യാപകമായി നടക്കുന്നുണ്ട്. ആഭിചാരക്രിയകൾ നടക്കുന്നുണ്ട്. ശത്രു സംഹാരം എന്ന പേരിൽ ഈ രീതിയിലുള്ള കടുത്ത ദുരാചാരങ്ങളും അനാചാരങ്ങളും കേരളത്തിലുടനീളമുണ്ട് എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണത്. അതിനി ആരൊക്കെ എന്തൊക്കെ നിഷേധിച്ചാലും ശരി, എന്തിന് നരബലി വരെ ഇവിടെ നടന്നില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. 2-3 സ്ത്രീകളെ വെട്ടിക്കൊന്ന് അവരുടെ അവയവങ്ങൾ ഇങ്ങനെ വെട്ടി വിഴുങ്ങിയ നേരത്തെ രാജരാജേശ്വര ക്ഷേത്രത്തിന് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അദ്ദേഹം ഇങ്ങനെ പറഞ്ഞതിന്. അതിനിപ്പോൾ DK ശിവകുമാറിന്റേതായിട്ടൊരു വിശദീകരണം വന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഐ എം എ ബിഗ് ബിലീവർ ആൻഡ് ഡിവോട്ടി ഓഫ് ദേവി രാജരാജേശ്വരി ആൻഡ് ഐ നോ ദാറ്റ് ശത്രു സംഹാര പൂജ ഈസ് നോട്ട് പെർഫോംഡ് ഇൻ ദ ടെമ്പിൾ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ക്ഷേത്രത്തിലാണ്
പൂജ നടന്നത്, യാഗം നടന്നത്, മൃഗബലി നടന്നത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. മൈ വേർഡ്സ് ആർ ബീങ് misquoted, and so I would like to clarify that I was talking about this puja being performed some 15 kilometers away from the temple and in a private place. അതായത് അദ്ദേഹം കുറച്ചുകൂടി ക്ലാരിറ്റി ഇതിൽ വരുത്തിയിരിക്കുകയാണ്. ഈ 15 കിലോമീറ്റർ എന്നുള്ള കാര്യം അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ അതിൽ കൂടുതൽ വ്യക്തത അന്നേരം വരുമായിരുന്നു. പക്ഷെ അദ്ദേഹം അതിന് എവിടെ വെച്ചാണ് നടത്തിയത് എന്നുകൂടി ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. ക്ഷേത്രത്തിന് ഏതാണ്ട് 15 കിലോമീറ്റർ അകലെ വെച്ചാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ മൃഗബലി നടന്നിട്ടുണ്ട്, കർണാടക സർക്കാരിനെ തകർക്കുന്നതിന് വേണ്ടി ആഭിചാരക്രിയ നടന്നിട്ടുണ്ട് എന്ന് പോലീസ് പറയുന്നത് ഇല്ല എന്നാണ്. പക്ഷെ അങ്ങനെ നടന്നിട്ടുണ്ട് എന്ന് പറയുന്നത് മറ്റാരുമല്ല, കർണാടക ഉപമുഖ്യമന്ത്രിയാണ്. അതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം അതിൽ ഉറച്ചു നിൽക്കുകയാണ് ഈ വാക്കുകളിലൂടെ. ശ്രീ ഷാബു പ്രസാദ്. മഞ്ജുഷേ അദ്ദേഹത്തിന്റെ പ്രസ്താവന ഒന്നുകൂടെ ഞാനത് ക്ലിയർ ആയില്ല. ഞാൻ കേട്ടിടത്തോളം കൊണ്ട് ഐ എം എ ബിഗ് ബിലീവർ ഓഫ് ദേവി രാജരാജേശ്വരി എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, ആദ്യം മനസ്സിലാക്കുക, അത് ദേവി രാജരാജേശ്വരി അല്ല, രാജരാജേശ്വരനാണ്. അതെ, ശിവക്ഷേത്രം. ഭഗവാൻ ശിവനാണ് അവിടുത്തെ പ്രതിഷ്ഠ, രാജരാജേശ്വരനാണ്. അല്ലാതെ രാജരാജേശ്വരി അല്ല, രാജരാജേശ്വരനാണ്. അതുപോലും അയാൾക്ക് അറിയില്ല. ദേവി ഐ എം എ ബിഗ് ബിലീവർ ഓഫ് ദേവി രാജരാജേശ്വരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇനി അത് വിട്, അത് പോട്ടെ. ഞാൻ പറഞ്ഞില്ല, ഇനിയിപ്പം അങ്ങനെയെങ്കിൽ ഈ മനുഷ്യൻ പറയണമെന്ന്, ഇത് ആര് എവിടെ ആരാണ് അങ്ങനെയുടെ ശത്രുക്കളുടെ പേര് അദ്ദേഹത്തിന് തുറന്നു പറയുന്നതിൽ എന്താണെന്ന് ഇത്ര പ്രശ്നം? എന്റെ ഇതാണെങ്കിൽ അദ്ദേഹത്തിന് തുറന്നു പറയാൻ പറ്റാത്ത ശത്രുവാണ് അപ്പോൾ ഇവിടുത്തെ കഥാപാത്രം. അപ്പോൾ കാര്യങ്ങൾ തന്നെയാണ്. രാജരാജേശ്വരി ക്ഷേത്രവും രാജരാജേശ്വരി ക്ഷേത്രവും രണ്ട് ക്ഷേത്രങ്ങളും ഉള്ളതാണല്ലോ അല്ലേ കണ്ണൂരിൽ. ഇദ്ദേഹത്തിന് തെറ്റുപറ്റിയതാണോ എന്താണ് അതിന്റെ താങ്കൾക്ക് തോന്നുന്നത് എന്താണ് ശ്രീ ടി മാധവൻ? തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രം ഉള്ളതായിട്ട് എനിക്കറിയില്ല. അതെ, എന്താണ് ശ്രീ ടി മാധവൻ, താങ്കൾക്ക് എന്താണ് ഇത് അദ്ദേഹത്തിന്റെ ഈ വാക്കുകളിൽ ഇത് മനസ്സിലാവുന്നത്? അല്ല, ഇത് രാജരാജേശ്വരനാണ്, ശിവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. രാജരാജേശ്വരി ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് ഇവിടെ അടുത്ത് എവിടെയുള്ളതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, എവിടെയില്ല, നമുക്ക് ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. രാജരാജേശ്വര എന്നുള്ളത് രാജരാജേശ്വരി ആയി പോയതാണത്. അവിടെ നിന്ന് അദ്ദേഹം ഒരു ലൊക്കേഷൻ പറയുകയാണ് 15 കിലോമീറ്റർ അകലെയാണെന്ന്. ശ്രീ രാഹുൽ ഈശ്വർ, താങ്കൾ ഇത് വെറും ഒരു രാഷ്ട്രീയ ആരോപണം, അത് അല്ല ശ്രീ മാധവൻ, അല്ല ശ്രീ ടി മാധവൻ, ദേവി രാജരാജേശ്വരി, ഐ എം എ ബിഗ് ബിലീവർ ഓഫ് ദേവി രാജരാജേശ്വരി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റിദ്ധാരണയൊന്നുമല്ല, അയാളുടെ അറിവില്ലായ്മയാണ്, അയാൾ പറയുന്നത് കള്ളമാണ്. അല്ല, അങ്ങനെയാണ് കണ്ണൂർ ജില്ലയിലെ ദേവി രാജരാജേശ്വരി ക്ഷേത്രം കള്ളമാണ് 100% അതെ. തളിപ്പറമ്പിനടുത്ത് ഈ 15 കിലോമീറ്റർ അകത്ത് അങ്ങനെ പറയുന്ന രാജരാജേശ്വരി എന്ന ഒരു ക്ഷേത്രം എവിടെയില്ല. ഇത്രയും ഫേമസ് ആയിട്ട് കർണാടകത്തിൽ നിന്ന് ആളുകൾ വരുന്ന ഒരു ക്ഷേത്രം ഇവിടെ മാത്രമാണ്. രാജരാജേശ്വരി ക്ഷേത്രം അങ്ങനെ ഒരു ക്ഷേത്രമില്ല. പിന്നെ അയാൾ ഒരു പുകമറ സൃഷ്ടിക്കുകയാണ്. ഇപ്പൊ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ലാന്ന് പറഞ്ഞാൽ അത്രയും പറഞ്ഞല്ലോ, അതിന്റെ സന്തോഷമുണ്ട് ആ കാര്യത്തിൽ. ശരി.